എന്താണ് ഫോണുമായിട്ട് ഇങ്ങനെ കുത്തിരിക്കുന്നത്? ഒന്നുമില്ല, മോളെ പരിപാടി കഴിഞ്ഞല്ലോ. അതിന്റെ കുറച്ച് പൈസ അടയുമ്പോഴേക്കോ കൊടുക്കാനുണ്ട്, അതൊക്കെ ഒന്ന് കണക്കൂട്ടാ. ഏതായാലും പരിപാടിയൊക്കെ അൽഹംദുലില്ലാ ഉഷാറായിട്ട് കഴിഞ്ഞല്ലോ. പിന്നെ ഇനി എൻ്റെ ആ പഴയ അയൽവാസില്ലേ നവാസ്, ഓനോട് പറഞ്ഞില്ല അതിനും, ഓനെ കണ്ടില്ലല്ലോ പരിപാടിക്ക്. ഈ ആലോചന വന്നപ്പോ ഫസ്റ്റ് ഞാൻ ഓനോടാ പറഞ്ഞത്. ഓനോട് പറഞ്ഞെന്താന്നോ, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, എല്ലാത്തിനും മുന്നിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ ഓന ഭാഗത്ത് കണ്ടില്ല. പിന്നെ അങ്ങനത്തെ ഓനോട് ഞാൻ എന്തിനാ നിശ്ചയം പറയുന്നത്? എന്നാലേ ഇതിലിങ്ങനെ അറിയാത്തൊരു സംഭവമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് അവൻ്റെ പുര തട്ടുന്ന് പോയി തരാം, ബാക്കി നമുക്ക് എന്നിട്ട് അവിടെ നിന്ന് പറയാം. ഇതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മോളെ നിശ്ചയത്തിന് ഞാൻ വരാണ്ടായിപ്പോയത്. സോറിടാ, എന്നാ ഭാഗത്തേക്ക് കാണാണ്ടായപ്പോൾ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. സംഭവം എന്താ പറ്റിയത്? അന്ന് എൻ്റെ മോളെ കല്യാണ ആലോചനൻ്റെ കാര്യം പറഞ്ഞ് ഞാനങ്ങ് പോയല്ലോ. പോകുന്ന പോക്കിൽ എനിക്ക് ഒരു ഫോണ് വന്ന് ഞാൻ വണ്ടി സൈഡാക്കി സംസാരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു കാറുകാരൻ വന്നിടിച്ചായ. ഇന്ത്യയിലും ഉണ്ട് തെറ്റ്. എന്നാ ആ വൈക്കൊന്നും കാണാണ്ടെന്നപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. ആ തിരക്കിൽ എനിക്ക് അതിന് കഴിഞ്ഞില്ല. അത് സാരല്ലടോ, എനിക്ക് സത്യാവസ്ഥ ഒക്കെ മനസ്സിലായില്ലേ, എനിക്കത് മതി.